കൊല്ലം നെടുങ്ങോലം സർക്കാർ ആശുപത്രിയിൽ പകർച്ചവ്യാധി ചികിത്സയ്ക്കായി നിർമ്മിച്ച ഐസൊലേറ്റഡ് വാർഡ് വർഷങ്ങളായി പ്രവർത്തനരഹിതമായിരിക്കുകയാണ്. കോവിഡ് പോലുള്ള പകർച്ചവ്യാധികളുടെ അനുഭവം ഉണ്ടായിട്ടും അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കേണ്ട ഈ സൗകര്യം പ്രവർത്തനക്ഷമമാക്കാൻ അധികൃതർ നടപടിയെടുത്തില്ലെന്നാണ് പരാതി ഉയരുന്നത്. പ്രദേശവാസികളും ആരോഗ്യ പ്രവർത്തകരും വാർഡ് ഉടൻ പ്രവർത്തനക്ഷമമാക്കണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ്. സാന്ത്വന സാജു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സിസ്റ്റത്തിന്റെ പരാജയത്തെക്കുറിച്ചും സിസ്റ്റത്തിന്റെ പരിമിതികളെക്കുറിച്ചുമൊക്കെ പലപ്പോഴും നമ്മൾ വാർത്ത കൊടുക്കാറുണ്ട്. പക്ഷേ എല്ലാ സൗകര്യവും ഉണ്ടായിട്ടും അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാതിരുന്നാൽ നമ്മൾ അതിനെ എന്താണ് പറയുക? 17/12/2022 ഫെബ്രുവരി മാസത്തിൽ ഉദ്ഘാടനം ചെയ്ത ഐസൊലേഷൻ വാർഡാണിത്. ഇത് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അതുപോലെ തന്നെ കിഫ്ബിയിൽ നിന്നും പണം ചെലവാക്കി ഏതാണ്ട് 1.5 കോടിയോളം രൂപ ചെലവാക്കി പണിത ഒരു ഐസൊലേഷൻ വാർഡാണ്. നമുക്കറിയാം 2022 എന്ന് പറയുമ്പോൾ കോവിഡ് സമയത്ത് കോവിഡുമായി ബന്ധപ്പെട്ട പകർച്ചവ്യാധിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പണിത ഒരു ഐസൊലേഷൻ വാർഡാണ്. പക്ഷേ ഈ 2022 പണിത ആദ്യ സമയത്ത് ചില പ്രവർത്തനങ്ങൾ, ചില ആളുകളെ ഇവിടെ താമസിപ്പിച്ചിരുന്നു, അവർക്ക് വേണ്ട ചികിത്സ നൽകിയിരുന്നു എന്നതിനപ്പുറത്തേക്ക് ഇപ്പോഴും ഈ ഒരു കെട്ടിടം അത് പ്രവർത്തനരഹിതമായി തന്നെ കിടക്കുകയാണ് എന്നുള്ളതാണ്. ഏതാണ്ട് 1.5 കോടിയോളം രൂപ മുതൽ മുടക്കി നിർമ്മിച്ച ഒരു കെട്ടിടമാണ്. എല്ലാ സൗകര്യങ്ങളുമുണ്ട്, സജ്ജീകരണങ്ങളുമുണ്ട്, ആധുനിക രീതിയിൽ തന്നെ പണിതിരിക്കുന്ന ഒരു കെട്ടിടമാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ ആർക്കും ചികിത്സ നൽകുന്നില്ല എന്നുള്ളതാണ്. ഈ ആശുപത്രിയിലേക്ക്, നെടുങ്കോലം താലൂക്ക് ആശുപത്രിയുടെ വിവരങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇതാ നമുക്ക് അവിടെ ദൃശ്യങ്ങളിൽ ഒരു ആംബുലൻസ് കാണാം. അണ്ടർ മെയിൻ്റനൻസ് എന്നാണ് ആംബുലൻസിൽ എഴുതിയിരിക്കുന്നത്. ഇവിടുത്തെ അടുത്തടുത്ത ബിൽഡിങ്ങുകളൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാം പഴയ ബിൽഡിങ്ങുകളാണ്. പല ബിൽഡിങ്ങുകളും പഴയ ബിൽഡിങ്ങുകളാണ്. പലതും പൂട്ടിയിട്ടിരിക്കുന്ന നിലയിലാണുള്ളത്. അത്തരം സാഹചര്യത്തിൽ പോലും ഈ പകർച്ചവ്യാധികളൊന്നുമില്ലാത്ത ഈ സമയത്ത് പോലും ഇത് തുറന്നു കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ആളുകൾക്ക് ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്നതാണ്, പക്ഷെ പൂട്ടിയിട്ടിരിക്കുകയാണല്ലേ. നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആശുപത്രിയാണ് നെടുങ്കോലം രാമറാവു ആശുപത്രി. പക്ഷേ ഇന്ന് അത്തരത്തിലുള്ള യാതൊരുവിധ ചികിത്സകളും കൊടുക്കുവാൻ ആവശ്യമായ ഡോക്ടർമാരോ മതിയായ ഉദ്യോഗസ്ഥരോ ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഇവിടെ ഇത്തരം രോഗികൾ വരുന്നത്. സ്വകാര്യ ആശുപത്രികൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ പണം കൊടുത്ത് ചികിത്സിക്കാൻ രോഗികൾ ക്യൂ നിൽക്കുകയാണ് തൊട്ട് സമീപത്തുള്ള ആശുപത്രികളിൽ പോലും. പക്ഷേ സർക്കാർ ആശുപത്രികളിലേക്ക് രോഗികൾ കടന്നു വരുന്നില്ല. കാര്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് മതിയായ ചികിത്സ നൽകാൻ പറ്റുന്ന ഡോക്ടർമാരുടെ സേവനം ഇവിടെ ലഭ്യമല്ല. ആംബുലൻസ് അടക്കമുള്ള സാധനങ്ങൾ പ്രവർത്തനരഹിതമായി കിടക്കുകയാണ്. അതുപോലെ ഡ്രെയിനേജ് സംവിധാനം അടക്കം ഈ ആശുപത്രി നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഡ്രെയിനേജ് അടക്കമുള്ള സംവിധാനങ്ങളെല്ലാം തകരാറിലായി കിടക്കുകയാണ്. ഈ വാർത്ത കണ്ടിട്ടെങ്കിലും അധികൃതർ തീർച്ചയായിട്ടും ഇത്തരം സൗകര്യങ്ങൾ അത് സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.